നമസ്കാരം പ്രിയരെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയിലേക്ക് എന്റെ എല്ലാ മിത്രങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ഹാരിസ്. ഞാൻ ഗൾഫിലാണ്. ഇപ്പോൾ ലീവിന് നാട്ടിലുണ്ട്. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. എന്റെ ഉമ്മായും ബാപ്പായും മരിച്ചു പോയതുകൊണ്ട് ഞാൻ പെങ്ങളുടെ വീട്ടിൽ നിന്നാണ് വളർന്നത്. അങ്ങനെ പഠിത്തമെല്ലാം കഴിഞ്ഞ് അളിയൻ ഒരു വിസ സംഘടിപ്പിച്ചു തന്ന് എന്നെയും കൂടി സൗദിക്ക് കൊണ്ടുപോയി. ഇപ്പോൾ എന്റെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കെട്ടിയോളുടെ വീട്ടിലാണ് താമസം. അവിടെ അമ്മായിയമ്മ മാത്രമേ ഉള്ളൂ. അമ്മായിയപ്പനും ഗൾഫിലാണ്. പിന്നെ എന്റെ കെട്ടിയോൾ റെജിലയെ കുറിച്ച് പറഞ്ഞാൽ കാണാൻ വലിയ തരക്കേടൊന്നുമില്ല, വലിയ തടിയൊന്നുമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഈർക്കിലിൽ തുണി ചുറ്റിയതുപോലെ. പക്ഷെ എന്റെ കെട്ടിയോളുടെ ഉമ്മ ഫാത്തിമ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഒരു 10-48 വയസ്സിനോടടുത്ത് പ്രായം വരും. കണ്ടു കഴിഞ്ഞാൽ ഒരു 35 വയസ്സൊക്കെ പറയൂ. ഞങ്ങൾ തമ്മിൽ ഒരു 18 വയസ്സിന്റെ ഡിഫറൻസ് കാണും. റജിലയ്ക്ക് ഒരു ആങ്ങള കൂടിയുണ്ട്, നിയാസ്. അവനും ഗൾഫിലാണ്. അമ്മായിയപ്പനും അളിയനും നാട്ടിലുണ്ടായിരുന്നു ഞങ്ങളുടെ നിക്കാഹിന്. നിക്കാഹ് കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ചുപോയി. എനിക്കാണെങ്കിൽ 6 മാസത്തെ ലീവുണ്ട്. സത്യം പറഞ്ഞാൽ അമ്മായിയമ്മ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്റെ കണ്ണ് തള്ളിപ്പോയിരുന്നു. അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു അവർക്ക്. അവരുടെ ആ മുന്നഴകും പിന്നഴകും കൂടി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീണുപോയി എന്ന് തന്നെ പറയാം. മാത്രവുമല്ല, എന്റെ കെട്ടിയോൾ റജിലയ്ക്ക് ഇക്കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. ഉള്ളത് പറഞ്ഞാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്ന് പറയാം. അങ്ങനെയാണ് എന്റെ നോട്ടം അമ്മായിയമ്മയിൽ പതിഞ്ഞത്. എങ്ങനെയെങ്കിലും ലീവ് തീരുന്നതിന് മുമ്പ് ഒന്ന് വളയ്ക്കണം, ഞാൻ ആലോചിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിയവേ ഞാൻ ഇടയ്ക്കൊക്കെ അടുക്കളയിൽ പോയി വെള്ളം കുടിക്കാനെന്ന വ്യാജേന അമ്മായിയമ്മയുടെ അടുത്ത് ഓരോരോ തമാശകൾ പറയാനൊക്കെ തുടങ്ങി. ആദ്യമൊന്നും അവർക്ക് അതിലൊന്നും താല്പര്യമില്ലാത്തതുപോലെ തോന്നി. പിന്നീട് ദിവസങ്ങൾ കഴിയവേ അവരും അതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം അവരും ഒരു സ്ത്രീയല്ലേ. കെട്ടിയവൻ തിരിച്ചു പോയിട്ട് ഇപ്പോൾ 3-3.5 മാസവുമായി. അപ്പോൾ അവർക്കും ചെറുതായിട്ട് ഇളക്കമൊക്കെ കാണുമല്ലോ. അങ്ങനെ അമ്മായിയമ്മയ്ക്ക് മരുമകനോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോഴുള്ള ആ തട്ടലും മുട്ടലും അവരിലൊരു തുടുപ്പുണ്ടാക്കി. ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഞാൻ എന്തിനോ വേണ്ടി അടുക്കളയിലേക്ക് ചെന്നു. അമ്മായിയമ്മ അവിടെ തിരിഞ്ഞു നിന്ന് പാത്രം കഴുകുകയായിരുന്നു. അവരുടെ ആ പിന്നഴക് കണ്ട് എനിക്ക് രക്തം തിളച്ചു. ഇതൊന്നും അറിയാതെ അമ്മായിയമ്മ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ വന്ന് ഉമ്മയുടെ അടുത്ത് നിന്നു. എന്താ മോനെ, നിനക്ക് വല്ലതും വേണോ? ഞാനൊന്നും മിണ്ടിയില്ല. അവർക്ക് കാര്യം മനസ്സിലായി. പടച്ചോനെ, ഇവൻ എന്തു ഭാവിച്ച? റെജിലെ ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയതാ. അവളെങ്ങാനും ഇപ്പോഴിങ്ങോട്ട് കയറി വന്നാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നാൽ തന്റെ ഉള്ളിന്റെ ഉള്ളിലും ഒരു കിരുകിരിപ്പ് അനുഭവപ്പെട്ടു. ഫാത്തിമ ഒന്നും അറിയാത്തതുപോലെ നിന്ന് പാത്രം കഴുകി. പെട്ടെന്നാണത് സംഭവിച്ചത്. ഹാരിസിന്റെ മനസ്സറിഞ്ഞു തന്നെ ഫാത്തിമ അവനോട് സഹകരിച്ചു. പിന്നീട് മിക്ക ദിവസങ്ങളിലും അവൻ അതിനുള്ള അവസരം ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ ഹാരിസ് റജിലയെ നിക്കാഹ് ചെയ്തതിനു ശേഷം അവരുടെ ദാമ്പത്യ ജീവിതം 2 മാസത്തെ മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ. ആ 2 മാസം മാത്രമേ അവർ എൻജോയ് ചെയ്തിട്ടുള്ളൂ. പിന്നീട് രണ്ടും 2 നിലയ്ക്ക് പോയി. സത്യം പറഞ്ഞാൽ ഹാരിസിന്റെ കെട്ടിയോൾക്ക് താല്പര്യക്കുറവ് തോന്നി തുടങ്ങി. അതുമുതലാണ് ഹാരിസിന് അമ്മായിയമ്മയോട് അടുപ്പം തോന്നി തുടങ്ങിയത്. മിക്ക ദിവസങ്ങളിലും റെജിലെ ഉറങ്ങാൻ വേണ്ടി അവൻ കാത്തുകാത്തിരിക്കും. അവൾ നല്ല ഉറക്കത്തിലേക്ക് വീണാൽ ഹാരിസ് ഫാത്തിമയുടെ മുറിയിലെത്തും. ഒരു ദിവസം ഫാത്തിമ മരുമകനോട് പറഞ്ഞു, മോനെ, എന്റെ കെട്ടിയോനുണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ ഇത്രയും സുഖം അനുഭവിച്ചിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചത് എല്ലാ സുഖങ്ങളും എനിക്ക് നിന്നിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഹാരിസ് അത് കേട്ട് ചിരിച്ചു. തന്റെ കെട്ടിയോൻ ഈയിടെയായി തന്റെ ഉമ്മയോട് ഇച്ചിരി കൂടുതൽ അടുപ്പം കാണിക്കുന്നത് റജിലയിൽ ചെറിയ സംശയങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഏയ്, അതൊക്കെ തന്റെ മനസ്സിന്റെ വെറുതെയുള്ള തോന്നലായിരിക്കും. ഇക്കാടെ ഉമ്മ നേരത്തെ മരിച്ചുപോയതല്ലയോ, അതുകൊണ്ടായിരിക്കും തന്റെ ഉമ്മയോട് ഇത്രയും അടുപ്പം കാണിക്കുന്നത്, അവൾ സ്വയം സമാധാനിച്ചു. എങ്കിലും പലവട്ടവും പല രീതിയിലുമുള്ള കാഴ്ചകൾ അവളിൽ അസ്വസ്ഥത ഉളവാക്കി. അവൾ അവരെ നിരീക്ഷിക്കാൻ തുടങ്ങി. ആ നിരീക്ഷണം പതുക്കെ പതുക്കെ അവളുടെ സംശയത്തിന് ഉറപ്പുവരുത്താൻ തുടങ്ങി. അതിന് കാരണവുമുണ്ട്. ഉമ്മ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഇക്ക ഇടയ്ക്കിടയ്ക്ക് ചെന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. മുട്ടിയും ഉരുമിയുമായിരുന്നു ആ വെള്ളം കുടി. ഉമ്മായും ഒന്നും അറിയാത്തതുപോലെ ജോലിയിൽ മുഴുകി അങ്ങനെ നിൽക്കും. അത് റജില ശ്രദ്ധിച്ചു. ഒരു ദിവസം ഉമ്മ അടുക്കളയിൽ നല്ല ജോലി തിരക്കായിരുന്നു. ആ സമയത്ത് റജില എന്തോ എടുക്കാനായി ബെഡ്റൂമിലേക്ക് പോയി. ഹാരിസ് പെട്ടെന്ന് അടുക്കളയിൽ വന്ന് റജില അവിടെ ഇല്ലെന്നറിഞ്ഞതും ജോലിയിലായിരുന്ന ഫാത്തിമയുടെ പുറകിൽ മുട്ടി ഉരുമ്മി നിൽക്കുന്നു. ആ സമയത്തായിരുന്നു റജിലയുടെ വരവും. അവൾ അത് കണ്ട് ഞെട്ടിത്തെറിച്ചുപോയി. പക്ഷേ അവൾക്ക് ഏറ്റവും അധികം ദേഷ്യം വന്നത് തന്റെ ഉമ്മയോടായിരുന്നു. ഇക്ക ഒരാണല്ലേ, അങ്ങേരൊരു വൃത്തികേട് കാണിച്ചപ്പോൾ അതിനെ എതിർക്കാനുള്ള ഉമ്മ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് ചെയ്തത്. അവൾ വേഗം അവിടെ നിന്ന് മാറി. റജിലയുടെ മനസ്സിൽ ഒരു ഉറപ്പ് വരുത്തി, ഇവരുടെ ഈ ബന്ധം കയ്യോടെ പിടിക്കണം, അല്ലാതെ താൻ പറയുന്ന കാര്യം ആരും വിശ്വസിക്കില്ല. എന്റെ ജീവിതം തകർത്തിട്ട് ആരും അങ്ങനെ സൂഹിക്കണ്ട. അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അവൾ ആ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരുന്നു. നല്ല ഒരു തെളിവിനു വേണ്ടി പിന്നീടുള്ള ശ്രമം തുടങ്ങി. ഇവരുടെ സംഗമം എപ്പോഴാണ് നടക്കുന്നതെന്ന് റജിലയ്ക്ക് ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടിയില്ല. ഒരുപക്ഷെ താൻ ഉറങ്ങുന്ന സമയത്തായിരിക്കുമോ? തന്റെ ഉറക്കമെന്ന് പറയുന്നത് ബോധമില്ലാതെയുള്ള ഉറക്കമാണ്. ഉറക്കത്തിൽ ആകാശം ഇടിഞ്ഞു വീണാൽ പോലും താൻ അറിയില്ലല്ലോ. എന്തായാലും കാത്തിരിക്കാം. ഹാരിസ് ഉമ്മയുടെ മുറിയിലേക്ക് പോകുന്നത് പിടിക്കാൻ വേണ്ടി അവൾ കാത്തിരുന്നു. പ്രത്യേകിച്ച് രണ്ടുപേരുടെയും ഓരോ നീക്കങ്ങളും അവൾ നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരുന്നു. റജില വിചാരിച്ച പോലൊന്നും സംഭവിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഇക്കയുടെ ഒരു കൂട്ടുകാരന്റെ വിവാഹം വന്നു. വിവാഹം ആഡിറ്റോറിയത്തിൽ വെച്ചാണ്. നമുക്കെല്ലാവർക്കും പോകണമെന്ന് ഇക്ക പറഞ്ഞു. വിവാഹത്തിന്റെ തലേന്ന് ഏതാണ്ടൊക്കെ ഫംഗ്ഷൻ ഉണ്ട്. കൂട്ടുകാരെല്ലാം ഒത്തുകൂടും. ഇക്കായ്ക്കും പോണമെന്നും പറഞ്ഞു പോയി. ഞാൻ എതിർപ്പൊന്നും പറഞ്ഞില്ല. രാത്രി ഒരു 11 മണിയായിട്ടും ഇക്കായെ കണ്ടില്ല. ഞാൻ ഫോണിൽ വിളിച്ചു നോക്കി, ഫോൺ എടുക്കുന്നില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി കൂട്ടുകാരെല്ലാം കൂടി ഒന്നിച്ചതല്ലേ, അവിടെ വെള്ളമടി പാർട്ടിയൊക്കെ കാണും. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി വിളിച്ചു. അപ്പോൾ ഫോൺ എടുത്തു. ഞാൻ കുറച്ച് കഴിഞ്ഞങ്ങ് എത്തും. ഞാൻ ഫുഡെല്ലാം കഴിച്ചു, എനിക്ക് വേണ്ട, നീ ഫുഡ് കഴിച്ച് കിടന്നു. ശരി. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ ചെന്നു. ഉമ്മ ആഹാരമെല്ലാം കഴിച്ച് നേരത്തെ തന്നെ ഉറക്കം തുടങ്ങി. ഞാൻ ആഹാരമെല്ലാം കഴിച്ചിട്ട് പാത്രം കഴുകി വെച്ചതിന് ശേഷം ഞാനും പോയി കിടന്നു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഓരോന്നാലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടക്കുമ്പോഴാണ് കതകിൽ ആരോ മുട്ടുന്നത് പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ ചെവി ഓർത്തു. വീണ്ടും ആ ശബ്ദം. പക്ഷേ ഫ്രണ്ടിലെ കതകിലല്ല, പുറകുവശത്ത് അടുക്കളയുടെ കതകിലാണ്. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. എനിക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഓൺ ചെയ്തില്ല. പതുക്കെ എന്റെ മൊബൈൽ എടുത്ത് ശബ്ദമുണ്ടാക്കാതെ കതകിന്റെ കുറ്റിയും എടുത്ത് ഉമ്മയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. ഉമ്മയുടെ മുറിയിൽ ലൈറ്റുണ്ട്. കതകടച്ചേക്കുകയാണ്. ഞാൻ ചെവി ഓർത്തു. എന്റെ ഉദ്യമം വിജയിച്ചു എന്നെനിക്ക് മനസ്സിലായി. അകത്തുനിന്ന് കുശുകുശുക്കുന്ന ശബ്ദം കേൾക്കാം. ഞാൻ പതിയെ അവിടെ കിടന്ന ഒരു കസേര എടുത്ത് സൗണ്ട് ഉണ്ടാക്കാതെ കതകിനടുത്ത് കൊണ്ടിട്ടു. അതിൽ കയറി വെന്റിലേഷനിൽ കൂടി അകത്തേക്ക് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ താമസിച്ചില്ല. കയ്യിൽ കരുതിയ മൊബൈലിന്റെ ക്യാമറ ഓണാക്കി. എല്ലാം അതിൽ ഒപ്പിയെടുത്തു. നേരെ ഒന്നും അറിയാത്തതുപോലെ റൂമിൽ വന്നു കിടന്നു. ഇപ്പോൾ അനങ്ങണ്ട, നാളെ കൂട്ടുകാരന്റെ കല്യാണമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കള്ളം പൊട്ടിക്കാം ഞാൻ കരുതി. അങ്ങനെ എപ്പോഴോ ഞാൻ ഉറങ്ങി. പിറ്റേന്ന് കല്യാണത്തിനെല്ലാം പോയി തിരിച്ചു വന്നു. അപ്പോഴും ഞാൻ ഇക്കയുടെ ഒരുപടി അകലം പാലിച്ചാണ് സഹകരിച്ചത്. എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് മനസ്സിൽ. തിരിച്ച് റൂമിൽ വന്ന് ഡ്രസ്സെല്ലാം മാറി ഞാൻ മൊബൈൽ ഓണാക്കി ഇക്കയുടെ കയ്യിൽ കൊടുത്തു. പുതിയ സിനിമയുടെ വീഡിയോ ക്ലിപ്പാണെന്ന് പറഞ്ഞു. അത് കണ്ട് ഇക്ക വിയർത്തു കുളിച്ചു. മതി കണ്ടത്, ഇനി നമ്മൾക്ക് പിരിയാം, എന്തു പറയുന്നു? ഇക്ക പൊട്ടിക്കരഞ്ഞു. ഇല്ല മോളെ, ഇനി ഒരിക്കലും നിന്നെ ഞാൻ വഞ്ചിക്കില്ല. ഇപ്രാവശ്യത്തേക്ക് നീ ക്ഷമിക്ക്. ആരും അറിയണ്ട ഇത്. പ്രത്യേകിച്ച് നിന്റെ ഉമ്മ. അവർ ചിലപ്പോൾ ഹൃദയം പൊട്ടി മരിക്കും. എനിക്കിനി പോകാൻ 2 മാസം കൂടിയല്ലേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വാടകയ്ക്ക് താമസിക്കാം. ഇക്കാടെ ആ കരച്ചിലും ആ പറച്ചിലും കണ്ട് എനിക്ക് ആകെ വിഷമമായി. വേണ്ട, ഇനി ഇത് ആവർത്തിക്കരുത്. ഇല്ല, ഉറപ്പ്. അങ്ങനെ ഇക്ക എനിക്ക് ഉറപ്പ് നൽകി. ആ ഉറപ്പ് നൽകിയിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഇതുവരെ പിന്നെ കുഴപ്പമൊന്നുമില്ല. 2 പാത്രത്തിൽ നിന്ന് ആഹാരം കഴിച്ച് ശീലിച്ച ഒരാൾ പെട്ടെന്ന് ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചാൽ തൃപ്തിയാകുമോ? ആർക്കറിയാം.
എല്ലാം പടച്ചോനറിയാം.